DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ കുടുംബ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ഇൻഷുറൻസ് ചികിത്സാ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് നടത്തിവരുന്നത്. സൗജന്യ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന ചിലവ് കേന്ദ്രവും സംസ്ഥാനവും പങ്കിടുന്നതിനാലാണ് സംയുക്തമായി സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാൽ വലിയ മാറ്റങ്ങളാണ് ഈ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഇപ്പോൾ വരുവാൻ പോകുന്നത്. നേരത്തെ BPL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രമായിരുന്നു ആയുഷ്മാൻ ഭാരതിന്റെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് ലഭിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ കേന്ദ്ര സർക്കാർ വരുമാന പരിധിയൊന്നും നോക്കാതെ തന്നെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണെന്ന് പ്രഖ്യാപിക്കുകയും അതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് കൂടുതൽ ജനവിഭാഗങ്ങളെ ചേർക്കുന്നതിനുള്ള നടപടികളാണ് ആരംഭിക്കുന്നതെന്ന വാർത്താ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നേരത്തെ BPL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കുമായി ഒരു വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷമാണ് രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേരെയും അവരുടെ വരുമാന പരിധിയൊന്നും പരിഗണിക്കാതെ, അതായത് APL എന്നോ BPL എന്നോ വ്യത്യാസമില്ലാതെ തന്നെ 5 ലക്ഷം രൂപയുടെയും സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തിയത്. ഇതോടെ നേരത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ 70 കഴിഞ്ഞവർക്ക് പ്രത്യേകമായി മറ്റൊരു 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ കവറേജ് കൂടി ലഭ്യമായി. അതുപോലെ ഉയർന്ന വരുമാനമുള്ള അതുവരെ ആയുഷ്മാൻ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാത്ത കുടുംബങ്ങളിലെ 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ലഭ്യമായി. ഈ പുതിയ ആനുകൂല്യം കുടുംബാടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനാൽ ഒരു കുടുംബത്തിൽ 70 വയസ്സ് കഴിഞ്ഞ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും കൂടി പരമാവധി 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് കവറേജാണ് ഓരോ വർഷവും ലഭിക്കുക. ഈ പദ്ധതിക്ക് കീഴിൽ 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് ABPMJAYക്ക് കീഴിൽ പ്രത്യേക വയോവന്ദന കാർഡുകൾ രജിസ്റ്റർ ചെയ്ത ശേഷം ലഭിക്കുന്നതാണ്. ഇനി നേരത്തെ തന്നെ ആയുഷ്മാൻ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട BPL കുടുംബങ്ങളിലെ 70 കഴിഞ്ഞ അംഗങ്ങൾ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ലക്ഷം രൂപയുടെ ആനുകൂല്യം കൂടി ലഭിക്കുന്നതിന് സീനിയർ സിറ്റിസൺ വിഭാഗത്തിൽ വീണ്ടും രജിസ്ട്രേഷൻ നടത്തണം. അങ്ങനെ വരുമ്പോൾ അത്തരം കുടുംബങ്ങൾക്ക് മൊത്തം 10 ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജ് ആയുഷ്മാൻ ഭാരത് വഴി ലഭിക്കുന്നതാണ്. 70 കഴിഞ്ഞവർ ചികിത്സാ ആവശ്യത്തിന് എംപാനൽ ചെയ്ത ആശുപത്രിയിലെത്തുമ്പോൾ ആയുഷ്മാൻ വയോവന്ദന കാർഡ് ഹാജരാക്കണം. ഈ സൗജന്യ ചികിത്സാ പദ്ധതി കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി നിലവിലെ 70 വയസ്സിൽ നിന്നും 60 വയസ്സാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെന്ററി കാര്യ സ്ഥിരസമിതി ശുപാർശ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ഒരു കുടുംബത്തിനുള്ള ചികിത്സാ കവറേജ് നിലവിലെ പ്രതിവർഷം 5 ലക്ഷം രൂപ എന്നതിൽ നിന്ന് 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുവാനും സമിതി ശുപാർശ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പുതിയ പാക്കേജുകൾ, അതുപോലെ CT, MRI ഉൾപ്പെടെയുള്ള സ്കാനിംഗ് എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ആശങ്കകളും അകറ്റുന്നതിന് ഹെൽപ്പ് ലൈനും അതുപോലെ പരാതി പരിഹാര സംവിധാനവും വേണമെന്നും പാർലമെന്റ് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് കീഴിലുള്ള ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ 60 കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആശ്വാസ നടപടിയായിരിക്കും അത്. നിലവിൽ രാജ്യത്തെ 30,000-ലധികം ആശുപത്രികളും കേരളത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളടക്കം സർക്കാർ സ്വകാര്യ മേഖലയിലെ 588 ആശുപത്രികളുമാണ് ആയുഷ്മാൻ ഭാരത് ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയിലുള്ളത്. പൂർണ്ണമായും ക്യാഷ്ലെസ് ചികിത്സയാണ് ഈ പദ്ധതി പ്രകാരം ലഭിക്കുക. ഗുണഭോക്താക്കളുടെ ചികിത്സയ്ക്ക് ചിലവാകുന്ന തുക ആശുപത്രികൾക്ക് സർക്കാർ പിന്നീട് നൽകുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിൽ ഉൾപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കുന്നതായി പരാതി ലഭിച്ചാൽ 6 മണിക്കൂറുകളിൽ പരിഹാരം കാണാം. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളും സംശയങ്ങളും ഉണ്ടെങ്കിൽ 14555 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ www.beneficiarynha.gov.in എന്ന വെബ്സൈറ്റിലോ ആയുഷ്മാൻ മൊബൈൽ ആപ്പിലോ രജിസ്റ്റർ ചെയ്ത് 70 കഴിഞ്ഞവർക്ക് നിലവിൽ പദ്ധതിയുടെ ഭാഗമാകാം. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP ആണ് ഇതിന് വേണ്ടത്. ആധാർ മാത്രമാണ് പദ്ധതി രജിസ്ട്രേഷൻ ആവശ്യമായ അടിസ്ഥാന രേഖ. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുമാണ് ഈ പദ്ധതിയിൽ ചേരുവാനായി മുതിർന്നവർക്ക് വേണ്ടത്. ഈ പദ്ധതിയുടെ പുതിയ അറിയിപ്പുകൾ, പരിഷ്കാരങ്ങൾ എന്നിവ വരുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.